എല്ലാവർക്കും സ്വാഗതം. സ്വാഭാവികമായി നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നേരിട്ടോ നേരിട്ടല്ലാതെയോ ഒക്കെ ഉണ്ടാകുന്ന ലൈംഗിക പ്രചോദനത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ബഹിർഗമന മാർഗമാണ്, അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഒരു വഴിയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. വേറൊരു തരത്തിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ലൈംഗിക ബന്ധത്തിനുള്ള സാഹചര്യമോ സൗകര്യമോ സന്ദർഭമോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ലൈംഗികമായിട്ട് ഉത്തേജിതമാക്കപ്പെടുമ്പോൾ അതിന് സ്വയം ലൈംഗിക സംതൃപ്തി നേടാനുള്ള ഒരു ലൈംഗിക ഉത്തേജിത മാർഗമാണ്, അല്ലെങ്കിൽ ഉത്തേജന മാർഗമാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്വാഭാവികമായ സ്വയംഭോഗം ഒരു വിഷയമല്ല, വളരെ നോർമലാണ്. പക്ഷേ അമിത സ്വയംഭോഗ ആസക്തിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. സെക്സ് അഡിക്ഷൻ്റെ കീഴിലാണ് സെക്സോളജിസ്റ്റുകൾ സ്വയംഭോഗ അഡിക്ഷനെ, അമിത ആസക്തി, സ്വയംഭോഗത്തിനോടുള്ള അമിത ആസക്തിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കുകയാണ്, സ്വാഭാവികമായിട്ടുള്ള രീതി വല്ലപ്പോഴും ഒക്കെ സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ച് നമ്മൾ സ്വയംഭോഗത്തിന് അടിമയാകണമെന്നില്ല, അമിത സ്വയംഭോഗ ആസക്തി ഉള്ള ആളാകണമെന്നുമില്ല. അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതിനുവേണ്ടി തന്നെ സമയവും ജീവിതവും ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെക്കുറിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ അമിത സ്വയംഭോഗ ആസക്തിയുടെ ഒരു ലക്ഷണമെന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം സമയം അതിനുവേണ്ടി വിനിയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ അമിത സ്വയംഭോഗ ആസക്തിയുടെ ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്നറിയാനുള്ള ചില മാർഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് സമയം സ്വയംഭോഗത്തിന് വേണ്ടി നമ്മൾ ജീവിതത്തിൽ മാറ്റി വയ്ക്കുന്നവരാണോ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വ്യക്തിപരമായ ജോലിയും നമ്മുടെ പഠനവും വിദ്യാഭ്യാസവും നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളും ബിസിനസ്സും ഒക്കെ തന്നെ ഈ സ്വയംഭോഗം മൂലം ഒരു ക്രമമില്ലാത്ത രീതിയിലേക്ക്, വല്ലാത്തൊരു അലസമായ രീതിയിലേക്ക് അതൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് സ്വയംഭോഗം ചെയ്യുന്ന ഒരു തലത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യാം. പിന്നെ ചില പൊതു സ്ഥലത്ത് വെച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കാതെ അവസരം കിട്ടിയാൽ ചിലപ്പോൾ സ്വയംഭോഗം ചെയ്തു പോകുന്ന ഒരാളാണോ നമ്മളെന്നുള്ളത് സ്വയം ഒന്ന് അപഗ്രഹിച്ച് നോക്കുക. അങ്ങനെ സ്വയംഭോഗം പൊതുസ്ഥലത്ത് വെച്ച് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ നിർബന്ധിതരാക്കപ്പെടുന്നത് ഏതെങ്കിലുമൊക്കെ സിനിമാ പോസ്റ്റർ കണ്ടിട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ കണ്ടിട്ടാവാം, അവരുടെ പ്രത്യേക ചില ശരീരഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് വികാരം അടക്കാൻ വയ്യാത്ത രീതിയിലേക്ക് എത്തിയിട്ടാവാം. മറ്റാൾക്കാർ പക്ഷേ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ ഇങ്ങോട്ടില്ലൊന്ന് മാറി നിന്നോ, അതല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ മറച്ചു വെച്ചുള്ള രീതിയിലൊക്കെ സ്വയംഭോഗം ചെയ്യുന്നവരാണോ എന്നത് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അത്രയൊന്നും വലിയ ലൈംഗിക ഉത്തേജനമോ ഉണർവൊന്നും ഇല്ലെങ്കിലും നിർബന്ധിതമായിട്ട് ആരോ ചെയ്യിപ്പിക്കുന്ന പോലെ നമ്മൾ നിർബന്ധിതമായിട്ട് സ്വയംഭോഗം ചെയ്തു പോകുന്ന തരം ആൾക്കാരാണോ? ഈ പറഞ്ഞത് അമിത സ്വയംഭോഗ ആസക്തിയുടെ പ്രത്യക്ഷമായൊരു ലക്ഷണമാണത്. പിന്നെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ചില തീവ്ര വികാരങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ ഭയമാവാം, ദേഷ്യമാവാം, കുറ്റബോധമാവാം, സങ്കടമാവാം. അങ്ങനെ ഒരു വൈകാരിക തീവ്രതയിൽ ആ വികാരങ്ങൾക്കൊക്കെ ഒരു ശാന്തത കിട്ടാൻ വേണ്ടി നമ്മൾ സ്വയംഭോഗത്തിലേക്ക് പോകുന്ന ആൾക്കാരാണോ? വെറുതെ ഒന്ന് ഓർത്ത് നോക്കുക. പിന്നെ ഓരോ സ്വയംഭോഗം ചെയ്യുമ്പോഴും വേണ്ടായിരുന്നു എന്ന രീതിയിലുള്ളൊരു കുറ്റബോധം നമ്മളെ അലട്ടാറുണ്ടോ? ഇനി നമ്മൾ സ്വയംഭോഗം ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കുകയും ആ പ്രതിജ്ഞ നമ്മൾ തന്നെ സ്വയം ലംഘിക്കുകയും വീണ്ടും കുറ്റബോധത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് അപഗ്രഹിച്ച് നോക്കുക. ഈ അമിത സ്വയംഭോഗ ആസക്തിയിലേക്ക് വീഴാനുള്ള കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങൾ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ കാരണങ്ങളാണ്. അതിൽ എന്തൊക്കെയാണ് ഈ പെട്ടെന്നുള്ള കാരണങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കപ്പെട്ടതായിട്ടും നമ്മൾ തഴയപ്പെട്ടതായിട്ടും ഒക്കെ തോന്നുന്ന വല്ലാത്തൊരു നിരാശാബോധമുണ്ടല്ലോ, ആ നിരാശാബോധം സ്വയംഭോഗത്തിലേക്ക് അറിയാതെ നമ്മളെ ചിലപ്പോൾ നയിച്ചു പോകാറുണ്ട്. പിന്നെ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ കടുത്ത ഏകാന്തതയാണ്. എല്ലാവരും ഉണ്ട് നമുക്ക് ചുറ്റും, പക്ഷെ നമുക്ക് സ്വന്തമെന്ന് പറയാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ, സംസാരിക്കാൻ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ ഒരാളില്ലാത്തൊരു വല്ലാത്തൊരു ദുരവസ്ഥ, വല്ലാത്തൊരു ഏകാന്തതയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ ഏകാന്തതയുടെ ആ ഒരു പശ്ചാത്തലം പലപ്പോഴും നമ്മളെ അമിത സ്വയംഭോഗ ആസക്തിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. അടുത്തൊരു കാരണം എന്ന് പറയുന്നത് വല്ലാത്ത അടിച്ചമർത്തിയ ദേഷ്യവും അമർഷവും. ആ വൈകാരികതയുടെ ഒരു ഔട്ട്ലെറ്റ് എന്ന രീതിയിൽ, ഒരു ബഹിർഗമന മാർഗമെന്നുള്ള രീതിയിൽ സ്വയം കണ്ടെത്തുന്ന ഒരു മാർഗമായിട്ട് അമിത സ്വയംഭോഗ ആസക്തി പലപ്പോഴും മാറാറുണ്ട്.
ചില ആൾക്കാരിൽ, എല്ലാവരിലും അല്ല, ചില ആൾക്കാരിൽ. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ശാരീരികമാണ്. അധികരിച്ച ഹോർമോണിൻ്റെ സ്വാധീനത്തിൽ അമിത ലൈംഗിക ആസക്തിയിലേക്ക് നമ്മൾ എത്തപ്പെടുകയും അങ്ങനെ അതിരുവിട്ട സ്വയംഭോഗ ശൈലിയിലേക്കും അമിത ലൈംഗിക ആസക്തിയിലേക്കും ഒക്കെ നമ്മൾ പോവുകയും ചെയ്യുന്ന സാഹചര്യം. പിന്നെ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകളും അകൽച്ചയും ഒക്കെ. നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ നമ്മളിൽ നിന്ന് അകന്നു പോവുക, നമ്മളെ വേറിട്ട് പോവുക, അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് കിട്ടാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ അമിത സ്വയംഭോഗ ആസക്തിയിലേക്ക് പോകുന്ന ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട്. പിന്നെ അടുത്ത പെട്ടെന്നുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ബ്ലൂ ഫിലിംസ് കാണുകയോ അല്ലെങ്കിൽ അശ്ലീല മാസികൾ, അശ്ലീല ചിത്രങ്ങളുള്ള പുസ്തകങ്ങളൊക്കെ തുടർച്ചയായിട്ട് വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നവരിൽ പെട്ടെന്നുണ്ടാകുന്ന അമിത ലൈംഗിക ആസക്തി അമിത സ്വയംഭോഗത്തിലേക്ക് അവരെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് അഡിക്ഷനായിട്ട് മാറുകയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഫോണിലൂടെയുള്ള തികച്ചും അശ്ലീലമായിട്ടുള്ള സംസാരങ്ങളും ചാറ്റുമൊക്കെ പലപ്പോഴും ചിലരെങ്കിലും അമിത ലൈംഗിക ആസക്തിയിലേക്കും അതുവഴി അമിത സ്വയംഭോഗ ആസക്തിയിലേക്കുമൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. മിക്കവാറും ഈ ലൈംഗിക ആസക്തിക്ക് ഒരു പുറത്തേക്കുള്ള ഒരു മാർഗമായിട്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാറാറുള്ളത് സ്വയംഭോഗം തന്നെയാണ്. അത് തുടർച്ചയായിട്ടായി പോകുമ്പോൾ അതിന് നമ്മൾ അഡിക്റ്റഡായിട്ട് മാറുകയാണ് ചെയ്യുക. പിന്നെ പ്രായോഗിക തലത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു കൗമാരപ്രായത്തിനൊക്കെ മുന്നമേ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെയോ ഒക്കെ സെക്സ് കാണാനിടയാവുക, അല്ലെങ്കിൽ അവരുടെ ലൈംഗിക സംസാരങ്ങൾ കേൾക്കാനിടയാവുക, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അറിവ് നമ്മളിലേക്ക് പെട്ടെന്ന് പകരപ്പെടുക. ഇതൊക്കെ ചിലപ്പോൾ നമ്മളെ വല്ലാത്തൊരു ലൈംഗിക കൗതുകത്തിലേക്കും ആ കൗതുകം ഒരുപക്ഷെ അതിന് പറ്റിയ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അമിത സ്വയംഭോഗ ആസക്തിയിലേക്കൊക്കെ ചിലപ്പോൾ നമ്മളെ നയിക്കാറുണ്ട് എന്നുള്ളതും വേറൊരു സത്യമാണ്. ഇനിയും ഈ അമിത സ്വയംഭോഗ ആസക്തിക്ക് കാരണമാകാനിടയുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഏതൊരു വ്യക്തിത്വത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ഏകദേശം 14-15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടമാണ്. ആ പ്രായത്തിനുള്ളിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ വളർച്ചയുടെ പൂർത്തീകരണം നടക്കുന്ന പ്രായത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഫൗണ്ടേഷനായിട്ട് മാറാറുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത് നമ്മുടെ കുറ്റബോധമാണ്. നമ്മളെ ഉൾവലിയിക്കുന്ന കുറ്റബോധം. തീർച്ചയായിട്ടും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലൈംഗിക സംഭവങ്ങൾ അതിനു മുന്നേ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന കുറ്റബോധം നമ്മളെ ഉൾവലിയാൻ ഇടയാക്കുകയും ആ ഉൾവലിച്ചിൽ ചിലപ്പോൾ അമിത സ്വയംഭോഗ ആസക്തിയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്ന് പലപ്പോഴും എത്തിക്കുകയും ചെയ്യും. ഇത് അടിസ്ഥാനപരമായിട്ട് വളരെ ചെറുപ്പം തൊട്ട് രൂപപ്പെടുന്ന കാരണങ്ങളാണ്, അല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന കാര്യമല്ല ഈ പറയുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നമ്മളിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ കോഡ് ചെയ്യപ്പെടുന്നത് ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയാണ്, അല്ലേ? കണ്ട അനുഭവം, കേട്ടത്, തൊട്ടത്, മണത്ത്, രുചിച്ചത്, അല്ലേ? 5 ഇന്ദ്രിയാനുഭവങ്ങൾ. ഈ 5 ഇന്ദ്രിയാനുഭവങ്ങളിൽ ഏതെങ്കിലുമൊക്കെ മുഖേനയാവും ഓരോ സംഭവങ്ങളും ഓരോ അനുഭവങ്ങളും അത് നമ്മളിലേക്ക് കോഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ തീവ്രതയാണ് പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റ ശൈലിയുടെ അടിസ്ഥാനമായിട്ട് പലപ്പോഴും മാറാറുള്ളത്. പിന്നെ കുറ്റബോധത്തിൻ്റെ സ്വാധീനത്തെ നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറ്റബോധമാണ് ശാരീരിക തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പർശനവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അല്ലേ? ഏതെങ്കിലും ലൈംഗിക ചൂഷണ സംഭവങ്ങളോ അല്ലെങ്കിൽ ലൈംഗിക അനുഭവങ്ങളോ ഒക്കെ സ്പർശനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ തീവ്രത നമ്മുടെ ഉൾമനസ്സിൽ വളരെ ആഴത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അശ്ലീല വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ അത്രത്തോളം അത് നമ്മളെ ബാധിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല. പക്ഷേ ശരീരത്തിൽ തൊട്ടുള്ള ലൈംഗിക പ്രവൃത്തികൾ, ലൈംഗിക ചൂഷണങ്ങൾ നമ്മളെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പർശനമാണ്, ഇന്ദ്രിയാനുഭവത്തിൽ സ്പർശനമാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ വരുന്നത്. പിന്നെ ലൈംഗികതയെക്കുറിച്ച് നമ്മൾ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ലൈംഗികതയെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു കുട്ടിയുടെ ഉപബോധ മനസ്സിൻ്റെ വളർച്ചയുടെ പൂർത്തീകരണത്തിന് ശേഷം അല്ലെങ്കിൽ ഏകദേശം ഒരു 14-15 വയസ്സിന് ശേഷം മാത്രമേ ആ കുട്ടിക്ക് ലൈംഗികതയെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നടക്കുന്ന ലൈംഗിക സംഭവങ്ങൾ, ലൈംഗികമായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടായിരിക്കും അവനിൽ അല്ലെങ്കിൽ അവളിൽ കോഡ് ചെയ്യപ്പെടുക. പിന്നീട് പിൽക്കാലങ്ങളിൽ ഒരുപാട് ലൈംഗിക പെരുമാറ്റ പ്രശ്നങ്ങളും വ്യക്തിത്വ പ്രശ്നങ്ങളും മറ്റ് ഒരുപാട് സങ്കീർണമായ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ കാരണമാകുന്നതും ഇങ്ങനെയുള്ള ചില
ചെറുതും വലുതുമായിട്ടുള്ള ചെറുപ്പകാല അനുഭവങ്ങളാണ്. പിന്നെ അതിൽ തന്നെ കൂടുതൽ വിശദമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കുട്ടി വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത്, വളരെ ചെറുപ്പത്തിൽ, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ വളർച്ചയുടെ പൂർത്തീകരണത്തിന് മുമ്പ്, അതായത് ലൈംഗികതയെ നെഗറ്റീവായിട്ട് മാത്രം ഉൾക്കൊള്ളാൻ പാകപ്പെട്ടിട്ടുള്ള ആ പ്രായത്തിൽ മറ്റു മുതിർന്നവർ നമ്മളെ ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കുകയും അത് ആ ഒരു ഉത്തേജനത്തിൻ്റെ തോത് കൂടുകയും, പക്ഷേ അത് ക്ലൈമാക്സിൽ അല്ലെങ്കിൽ രതിമൂർച്ചയിൽ എത്തുന്നതിന് മുമ്പ് ആ ഉത്തേജിപ്പിക്കൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ട് അവർ പോയിട്ടുണ്ടാകും. കാരണം അവരുടെ സംതൃപ്തി, അവരുടെ ലൈംഗിക സംതൃപ്തി മാത്രമാണ് അവർ ലക്ഷ്യമാക്കിയത്. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രായമൊട്ടല്ല താനും. എന്തു തന്നെയായാലും അങ്ങനെയുള്ള ചില മുൻകാല ലൈംഗിക ഉത്തേജിത സംഭവങ്ങൾ പിൽക്കാലത്ത്, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ വളർച്ചയുടെ പൂർത്തീകരണത്തിന് ശേഷം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കിട്ടാതെ പോയ, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ആ ലൈംഗിക ഉത്തേജനത്തിൻ്റെ ക്ലൈമാക്സ് തേടി ചിലപ്പോൾ നമ്മൾ പോയെന്നിരിക്കും, ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കും. അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടാതെ പോയത് അതിനുശേഷം പിൽക്കാലങ്ങളിൽ തേടിപ്പിടിച്ച് അതുമായിട്ട് കണക്റ്റ് ചെയ്യുക, ലിങ്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ദുരൂഹ സ്വഭാവം നമ്മുടെ ഉൾമനസ്സിലുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലൈംഗിക ഉത്തേജനങ്ങൾ തേടുമ്പോൾ അതിൻ്റെ സാഹചര്യം നമുക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക? സ്വയം ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അതായത് അമിത സ്വയംഭോഗ ആസക്തിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ തുടർച്ചയായിട്ടുള്ള അമിത സ്വയംഭോഗ പ്രവൃത്തികൾ നമ്മളെ അതിലേക്ക് മാത്രമായിട്ട് കൊണ്ടുപോയി നമ്മുടെ വ്യക്തിത്വത്തെ വേറെ തലത്തിലേക്ക് വല്ലാതെ ഒതുക്കിക്കളയുമാണ് ചെയ്യുക. അങ്ങനെ ചെറുപ്പത്തിൽ പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച ലൈംഗിക സുഖം നമ്മൾ പിൽക്കാലങ്ങളിൽ തേടുന്ന സ്വയംഭോഗത്തിലൂടെ മാത്രമാകണമെന്നില്ല. അതിരുവിട്ട ലൈംഗിക ബന്ധങ്ങൾ മറ്റാൾക്കാരുമായിട്ട് ആരെന്നും നോക്കാതെ ഒരുപാട് അവിഹിത വീഴ്ചകളിലേക്കും ബന്ധങ്ങളിലേക്കുമൊക്കെ നമ്മൾ പോകാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്കെങ്ങനെ വളരാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു 14 വയസ്സ് വരെ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യവും സഹകരണവും സ്നേഹവും ഒക്കെ വാത്സല്യമൊക്കെ കിട്ടി വേണം ഒരു കുട്ടി വളർന്നു വരുവാനായിട്ട്. കാരണം അവൻ്റെ അടിത്തറ എന്ന് പറയുന്ന അച്ഛനും അമ്മയുമാണ്. അച്ഛൻ എന്ന് പറയുന്നത് ലൈംഗികതയുടെ യാഥാർത്ഥ്യബോധം കുട്ടിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ അവനിലേക്ക് എത്തിക്കുന്ന ഒരു ചാലകമാണ്. അമ്മ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മൂർധന്യതയാണല്ലേ. അത് വേറെ തരത്തിൽ പറഞ്ഞാൽ തികഞ്ഞ നീതിബോധത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ അമ്മയോടുണ്ടായിരുന്ന ചെറുപ്പത്തിലുള്ള ആ അടുപ്പമാണ്. അമ്മ സ്നേഹവുമായിട്ട് അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു പ്രേരക ചാലക ശക്തിയാണ്. നമ്മുടെ ലൈംഗികമായിട്ടുള്ള നമ്മുടെ വകതിരിവ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ലൈംഗികമായിട്ടുള്ള ചില വിവേകം അല്ലെങ്കിൽ തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നത് അച്ഛൻ്റെ സാന്നിധ്യം കിട്ടി വളർന്ന കുട്ടികളിലാണ്. ആരെയാണ് ലൈംഗികമായിട്ട് ചിന്തിക്കാവുന്നത്, ആരെയാണ് ചിന്തിച്ച് കൂടാത്തത്, ഇതൊക്കെ നമ്മളിലേക്ക് പകരപ്പെടുന്നത് അച്ഛനുമായിട്ടുള്ള അടുപ്പത്തിലൂടെയാണ്. നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയത്തക്ക വിധത്തിൽ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ്. അച്ഛൻ്റെ അധികാരമാണ് കുട്ടി, അതോറിറ്റി. അമ്മയുടെ അവകാശമാണ് കുട്ടി. ഇങ്ങനെ ഏകദേശം സമനിലയിൽ അച്ഛൻ്റെ അധികാരത്തിന് കീഴിൽ അമ്മയുടെ അവകാശത്തിന് കീഴിൽ കുട്ടി വളരുന്നൊരു സാഹചര്യം നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ നില, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിലപാട് വളരെ സന്തുലിതാവസ്ഥയിലായിരിക്കും. ഇങ്ങനെ സന്തുലിതാവസ്ഥയിൽ വളർന്നു വരുന്ന കുട്ടികളിൽ ലൈംഗികതയുടെ യാഥാർത്ഥ്യബോധവും സ്നേഹത്തിൻ്റെ നീതിബോധവും ഒക്കെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന മുതിർന്നവർക്ക് അത്ര എളുപ്പമല്ല. കാരണം അവരുടെ മനോനില വളരെ ശക്തമായിരിക്കും. എന്ന് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടുമ്പോൾ, ലൈംഗിക സൂചനകൾ വന്നാൽ അവർ തിരിച്ച് പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ചിലപ്പോൾ വാക്കുകളിലൂടെയോ പ്രവർത്തികളിലൂടെയോ ഒക്കെ ആവാം. കാരണം അച്ഛൻ അമ്മ എന്ന അടിത്തറ അവരിൽ വളരെ ശക്തമാണ്. പോസിറ്റീവായിട്ട് അധികാരത്തോടെ വാത്സല്യത്തോടെ അവനെ ചേർത്തെത്തുന്ന അച്ഛൻ, അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ മൂർധന്യതയിൽ ചേർത്തണയ്ക്കുന്ന അമ്മ, ഇതൊക്കെ ഏതൊരു ചെറിയ കുട്ടിയുടെ മനസ്സിൻ്റെ പോലും ശക്തിയും എനർജിയും ഒക്കെയാണ്. ഏതെങ്കിലും ലൈംഗിക ചൂഷണ സംഭവങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ വളരെ ചെറുപ്രായത്തിൽ അബദ്ധവശാൽ സംഭവിച്ചാൽ പോലും അതൊന്നും അവരിൽ വലിയ ആഘാതമൊന്നും സൃഷ്ടിക്കില്ല. കാരണം അതിനേക്കാൾ ശക്തമായ ഒരു മനോബലത്തിൻ്റെ മേലങ്കി അവരിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന് കാരണം. ഇങ്ങനെ നമുക്ക് അമിത സ്വയംഭോഗ ആസക്തിക്ക് കാരണമായിട്ടുള്ള കാരണങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ലൈംഗികവും ഒരുപക്ഷെ ലൈംഗികമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുമായ സംഭവങ്ങൾ പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച്, പ്രത്യേക സമയങ്ങളിൽ വെച്ച്, വ്യത്യസ്തങ്ങളായ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ കണ്ടും കേട്ടും തൊട്ടും ഒക്കെ നമ്മളിലേക്ക് കടന്നു വന്ന ആ ഒരു അവസ്ഥയാണ് അല്ലേ ഈ പ്രശ്നം. അല്ലെങ്കിൽ
ഇത്തരം അമിത ഇന്ദ്രിയാനുഭവ സ്വാധീനം തിരികെ പോകേണ്ടതും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത് സ്വീകരിക്കപ്പെട്ട് സ്ഥിരീകരിക്കപ്പെട്ട് അതിൻ്റെ തോത് നമ്മുടെ ചിന്തയിലും നമ്മുടെ ജീവിതത്തിലും വ്യക്തിത്വത്തിലും ഒക്കെ കുറയേണ്ടതും അങ്ങനെ ഒരു സ്വാഭാവിക പ്രക്രിയയിലൂടെ തന്നെയാണ്. അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മറ്റു മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കങ്ങളിലൂടെ വളരെ പോസിറ്റീവായിട്ടുള്ള ആശയവിനിമയങ്ങളിലൂടെ ഒക്കെ ഈ പ്രകൃതി നമുക്ക് ചുറ്റും ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരിലും അങ്ങനെ ഒരു സാഹചര്യവും ഒരു അവസ്ഥകളൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം ഇൻകമിങ് നമുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ സമനിലയിലേക്ക് പ്രകൃതിയുള്ള രീതിയിലേക്ക് എല്ലാവരിലും എത്തിയെന്ന് വരില്ല. അങ്ങനെ എത്താത്തവരിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചെറുപ്പകാല ലൈംഗിക സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അമിത സ്വയംഭോഗ ആസക്തി പോലെയുള്ള കാര്യങ്ങളിലേക്ക് മാറാറുള്ളത്. എല്ലാവരിലും അത് മാറുന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.